നമസ്കാരം, അഭിലാഷ് ഏട്ടയാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഈ പൈക എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പ്രോഗ്രാമായിട്ട് വന്നത്. അപ്പോൾ എനിക്കൊരു ഡൗട്ട്, ഫോൺ വിളിക്കാൻ ഒരാളിങ്ങോട്ട് കയറിപ്പോണ കണ്ടു. ഒരു മാജിക്കൊക്കെ ചെയ്യുന്ന വിമലേട്ടനുണ്ട്. പുള്ളിയാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഒന്ന് വിമലേട്ടനാണോ? അയ്യോ, വിമലടിക്ക്. ഞാൻ പ്രോഗ്രാമായിട്ട് വന്ന കേട്ടാ. എന്താണ് നിങ്ങൾ മാറിപ്പോയ ആളൊക്കെ രൂപമൊക്കെ? പണ്ട് മണിച്ചേട്ടൻ്റെ സിനിമയിലൊക്കെ നിങ്ങൾ ആ എന്താ പറയാ വേഷം, പോസ്റ്റ്മാൻ്റെ വേഷമൊക്കെ ചെയ്ത് വേറെ ലുക്കായിരുന്നല്ലോ. ഇപ്പം എന്ത് പറ്റി? പിന്നെ ഞാൻ കഥ പറയും തിരുവോരം കണ്ടായിരുന്നു കേട്ടോ. അത് ഞാനും നമ്മുടെ അലൻ ജോസ് പെരേരയ്ക്ക് ഒരുമിച്ചിരുന്ന പോയി കണ്ടത്. നല്ല സിനിമയായിരുന്നു. അപ്പൊ അതിലൊരു വേഷം ചെയ്തില്ല. പിന്നെ ഒരു ഷോർട്ട് ഫിലിം സ്നേഹതീരം അല്ലേ, അതിൽ ഉണ്ടായിരുന്നല്ലോ. അതിന്റെ ഡയറക്ടറും എല്ലാം ആണല്ലേ. ആ സോഷ്യൽ മീഡിയ കണ്ടായിരുന്നു എന്റെ പോസ്റ്റ് കാര്യങ്ങളൊക്കെ. ചേട്ടാ എങ്ങനെയുണ്ട് പ്രോഗ്രാം ഒക്കെ പോകുന്നു? ഉണ്ടായിരുന്നു. പിന്നെ പരിപാടികൾ വരുന്നുണ്ടല്ലേ? ചേട്ടാ കൂടുതൽ പള്ളി പ്രോഗ്രാംസാണ് ചെയ്യുന്നത്. അതുകൂടാണ്ട് സ്കൂൾ പ്രോഗ്രാം ആനിവേഴ്സറിക്ക് കുട്ടികളെ കയ്യിലെടുക്കുന്ന പരിപാടിയാണല്ലോ അല്ലേ, മാജിക്ക്. കാരണം പണ്ടൊക്കെ എന്ന് പറയുക സ്കൂൾ പ്രോഗ്രാമിൽ ഒരുപാട് പ്രോഗ്രാംസ് ചെയ്യേണ്ട പേര് വെച്ചാണ് വിമലടിക്ക് എന്ന് പറഞ്ഞത്. അതുപോലെ നമ്മുടെ ജാഫറടിക്ക് അദ്ദേഹം ഉണ്ടായിരുന്നല്ലോ അല്ലേ. പിന്നെ മോഹൻ പാല, ജയന്റെ ചെയ്യുന്ന ആള്, ജോബി പാല, ഒരുപാട് ആർട്ടിസ്റ്റുകൾ എന്റെ ട്രൂപ്പിൽ കളിച്ചിട്ടുണ്ടല്ലേ. ഈ കണ്ണൻ ചേട്ടൻ, കലാപൻ ബഷീർക്ക്, നമ്മുടെ നാട്ടുകാരൻ, മൂവാറ്റുപുഴക്കാരൻ. അത് ശരി, നമ്മുടെ ഷിയാസ് കാപ്പിക്കാനൊക്കെ മിസ് ചെയ്യുന്നു. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഈ ജാഫ്രിക്കായിട്ട് നല്ല സൗഹൃദമല്ലേ? പിന്നെ അല്ല, ഞങ്ങളതിലൊക്കെയല്ലേ, ഞങ്ങൾ ഒരു ടൗണിലാണ് ഞങ്ങൾ കളിച്ചു പോകുന്നത്. ഓ അത് ശരി ശരി. ചേട്ടാ ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ സീസണിൽ പ്രോഗ്രാംസ് വരുന്നുണ്ടല്ലേ, എന്താണ് ഈ വർഷത്തെ പുതിയ പ്രോഗ്രാമിൽ എന്തൊക്കെ ഉണ്ടാവും? ഈ വർഷം ഗാനമേള കൂട്ടിയാ ചെയ്യുന്നത്. ഗാനമേള ഓർക്കസ്ട്ര ആണോ അതെയോ? രണ്ട് രീതിയിലും ട്രാക്ക് കൊണ്ട് ഓർക്കസ്ട്ര ആണല്ലേ. ഓർക്കസ്ട്ര ആവശ്യപ്പെടുന്നവർക്ക് ഓർക്കസ്ട്ര, ട്രാക്ക് ആവശ്യപ്പെടുന്നവർക്ക് ട്രാക്ക് അല്ലേ. പിന്നെ മിമിക്രി ഉണ്ടോ? ആ കൂടെ മിമിക്രി ഉണ്ട്, ഡാൻസ് ഉണ്ട്, ഫിഗർ ഷോ ഉണ്ട്. പിന്നെ ചേട്ടൻ്റെ ഏതെങ്കിലും ഒരു ഗസ്റ്റ് ആർട്ടിസ്റ്റിനെ ചേട്ടൻ കൊണ്ടുവരുമല്ലേ പറഞ്ഞു കഴിഞ്ഞാൽ, സിനിമാ താരങ്ങളല്ലേ ഉൾപ്പെടുത്തി ചെയ്യൂലേ? ആ സീമ ചേച്ചി വന്ന പരിപാടിക്ക് എനിക്കും പങ്കെടുക്കാൻ പറ്റി. ജാഫർക്ക ഉണ്ടായിരുന്നു അന്ന്. ജാഫർക്ക, സീമ ചേച്ചി, മോഹൻ ബാല ജയനായിട്ട് വന്ന് അന്ന് ആ പള്ളിയിൽ ഭയങ്കര പരിപാടിയായിരുന്നല്ലോ അല്ലേ. ആ മെഗാ ഷോസ് ഒക്കെ ചേട്ടൻ ചെയ്യൂലേ? അപ്പൊ എന്തായാലും വിമലേട്ടനെ ഇപ്പൊ കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ വിമലേട്ടന്റെ ഇൻസ്റ്റയില് വിമലടിക്ക്, ഫേസ്ബുക്കിൽ വിമലടിക്ക് അല്ലേ. അപ്പൊ അതിനകത്ത് കോണ്ടാക്ട് ചെയ്യുക കേട്ടോ. പ്രോഗ്രാംസ് ഡീറ്റെയിൽസും കാര്യങ്ങളും ഷോക്കാർഡൊക്കെ പുതിയത് ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ചേട്ടാ പോസ്റ്റ് ചെയ്യും, നമ്പർ കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ എന്തായാലും പ്രോഗ്രാംസ് ഒക്കെ ആവശ്യമുള്ള ഒരു മാജിക്ക്, ഒരു സാധാരണക്കാരൻ്റെ ഒരു മാജിക്ക് കാണണമെങ്കിൽ വിളിക്കുക അല്ലേ. അതുപോലെ എൻ്റെ പുതിയ ഷോർട്ട് ഫിലിം കാണണം. വല്ല വേറെ കാര്യം പറ്റേ, അതിന് മുമ്പ് ഒരു കാര്യം പറ്റേ, നിങ്ങളിങ്ങനെ ഈ ലുക്കിലൊക്കെ ആയിരിക്കും തന്നെ, പക്ഷെ സ്റ്റേജിൽ കയറുമ്പോൾ നിങ്ങൾ ആണോന്ന് എനിക്ക് ഡൗട്ടുണ്ട്. കോട്ട് സൂട്ടൊക്കെ ഇട്ട് വേറെ ലെവല് അല്ലേ. ആണോ? ഇന്നലെ തന്നെ ഒരാൾ പറഞ്ഞു അവിടെ, മാജിക്കാരൻ വന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ പുള്ളി വന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ സ്റ്റേജിൽ കയറി കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് അവിടെ നിന്നേന്ന് വെച്ചു. പക്ഷെ വേറെ രൂപം. അപ്പം എന്തായാലും അടിപൊളി. അപ്പോൾ എന്താണ് ട്രൂപ്പിൻ്റെ പേരെന്ന് പറഞ്ഞേ? കൊച്ചിൻ ടാലന്റ്. അപ്പോൾ കൊച്ചിൻ ടാലൻറ്റിൻ്റെ പ്രോഗ്രാംസാണ് ചെയ്തു വരുന്നല്ലേ. അപ്പോൾ ന്യൂ ഇയർ അതുപോലെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത വർഷം മുതൽ അല്ലേ അടിപൊളിയായിട്ട്. 4-ാം തീയതി ഉണ്ട്. ന്യൂ ഇയർ. ഓ ശരി, പ്രോഗ്രാം ഉണ്ടല്ലേ. അപ്പോൾ എന്തായാലും അടുത്ത വർഷം മുതൽ സ്ട്രോങ് ആയിട്ട് പ്രോഗ്രാം വരികയാണ്. അപ്പോൾ കൊച്ചിൻ ടാലൻറ്റിൻ്റെ മെഗാ ഷോയ്ക്ക് സമീപിക്കുക, വിമൽ ഇടുക്കി. ഓക്കെ കേട്ടോ, താങ്ക് യു കേട്ടോ.